ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാസ് പിക്സ് ബൈ കവി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാനഡയിൽ നിൽക്കുന്നവരായാലും അല്ലെങ്കിൽ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായാലും അവർക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പുതിയൊരു ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെയർ ഗിവർ പ്രോഗ്രാം ആണ് ഇത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എങ്ങനെയാണ് അതിന് അപ്ലൈ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആവുക, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയാം. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണും. ഒഫീഷ്യലി ഈ ഒരു ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമിന് ഹോം കെയർ വർക്കർ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇത് വരാൻ പോണത് മാർച്ച് 31, ഈ അടുത്ത മാസത്തെ മാർച്ച് 31-നാണ് ഇത് മൊത്തത്തിൽ അത് ഓപ്പൺ ആക്കാൻ പോണത്. അപ്പൊ ഇത് പണ്ടുണ്ടായിരുന്ന ഒരു ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡർ പൈലറ്റ് ആൻഡ് ഹോം സപ്പോർട്ട് വർക്കർ പ്രോഗ്രാമിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വരുന്നത്. അത് ജൂൺ 17, 2024 വരെയായിരുന്നു അതിന്റെ അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിർത്തിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു അടുത്തൊരു പ്രോഗ്രാം ഓപ്പൺ ആക്കാൻ. അത് അങ്ങനെ 2025 ഓപ്പൺ ആക്കാൻ പോവാണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ് മറ്റേ പൈലറ്റ് പ്രോഗ്രാമിനും ഇതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PR ഓൺ അറൈവൽ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്. അതെ, ബാക്കി പ്രൈവറ്റ് നമുക്കൊരു മുന്നത്തെ ഒരു പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടൊക്കെ വേണമായിരുന്നു നിങ്ങൾക്ക് ഇവിടെ PR കിട്ടാൻ. പക്ഷെ ഈ ഒരു പ്രോഗ്രാം പുതിയത് വരുന്നതിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന നേരിട്ട് തന്നെ നിങ്ങൾക്ക് PR കിട്ടാനുള്ള ഒരു സാഹചര്യമാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്നല്ലേ? ആദ്യത്തെ ഹൈലൈറ്റ്സ് തന്നെ PR ഓൺ അറൈവൽ ആണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയാണ് മുന്നത്തെക്കാളും PR കിട്ടാൻ. പിന്നെ അവർ പറയുന്നത് നമുക്ക് മുന്നത്തേക്കാളും ഇപ്പോ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൈലറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ നിങ്ങൾക്ക് ഒരു സെമി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുക, അല്ലെങ്കിൽ ഒരാൾ അസുഖം വന്നിട്ട് റിക്കവർ ആവുന്ന ആൾക്കാര്, അങ്ങനത്തെ ഒക്കെ ആൾക്കാരെ നോക്കിയാലും നിങ്ങൾക്ക് ഇതൊരു എലിജിബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ജോബിൽ. നിങ്ങൾക്ക് പലതരത്തിലുള്ള ആൾക്കാരെ നോക്കാനുള്ള അവസരം ഉണ്ട്. അപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റീസും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നല്ലേ? അപ്പൊ ആദ്യം ഇത് മാർച്ച് 31-നാണ് ഇതിന്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ഇടുന്നുള്ളൂ. അപ്പൊ പണ്ടുണ്ടായിരുന്ന ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡർ ആൻഡ് ഹോം സപ്പോർട്ട് വർക്കർ പൈലറ്റ് പ്രോഗ്രാമിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കാനഡയിൽ ഈ ഒരു കെയർ ഗിവറിന്റെ ജോബ് ഓഫർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് 5 അല്ലെങ്കിൽ അതിനും കൂടുതലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ നിങ്ങൾക്ക് പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഈക്വലന്റ് ആയിട്ടുള്ള കനേഡിയൻ എഡ്യൂക്കേഷൻ ഈക്വലന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ കാനഡയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, കാനഡയിൽ വന്ന് താമസിക്കാൻ ഓക്കെ ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു പുറത്ത് കാനഡയിൽ നിന്ന് പുറത്ത് നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ PR അപ്ലൈ ചെയ്യുന്നതിന് കൂടെ വർക്ക് പെർമിറ്റും കൂടെ അപ്ലൈ ചെയ്യണമായിരുന്നു. പിന്നെ നിങ്ങൾ 2 വർഷം അപ്ലൈ ചെയ്ത് മീൻസ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് PR-നുള്ള സാധനം സബ്മിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഇനി കാനഡയിലുള്ള ആള് കെയർ ഗിവർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ആൾക്കും ആ ഒരു വർക്ക് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഈ ഒരു നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്ന കെയർ ഗിവർ പാത്വേ, പുതിയ പാത്വേയിൽ അവർ പറയുന്നത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് മിനിമം CLB കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് 4 മതി, 4 അതിന് മുകളിൽ എന്ന് വെച്ചാൽ ഏറ്റവും ലോവസ്റ്റ് ഇംഗ്ലീഷ് റിക്വയർമെന്റ് ആണ് ഇപ്പൊ അവർ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഒരു ഇംഗ്ലീഷ് അറിയാം, ബേസിക് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കനേഡിയൻ ഹൈസ്കൂൾ ഡിപ്ലോമ ഈക്വലന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മതി. പിന്നെ നിങ്ങൾക്ക് റെലവെന്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ്, കെയർ ഗിവർ ഫീൽഡിൽ നിങ്ങൾക്ക് റെലവെന്റ് വർക്ക് എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ തന്നെ വേണമെന്നില്ല. നിങ്ങളിപ്പോ പുറത്ത് ഏതെങ്കിലും കൺട്രീസിൽ വർക്ക് ചെയ്യാണ് കെയർ ഗിവർ ആയിട്ടുണ്ടെങ്കിൽ പോലും ആ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ടുള്ള ഒരു ജോബ് ഇവിടുന്ന് ഒരു ജോബ് ഓഫർ, ഇവിടെ ഫുൾ ടൈം ആയിട്ടോ നിങ്ങൾക്ക് ഒരു ഹോം കെയർ ജോബ് ഇവിടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ് മറ്റേതുമായിട്ട് എന്നല്ല, പഴയൊരു പ്രോഗ്രാമായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ PR ഓൺ അറൈവൽ കിട്ടുന്നത് കൂടാതെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലിനും കൂടെ ഇതിൽ കൊണ്ടുവരാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് PR കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലിനും കൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് നിങ്ങൾക്ക് ഇപ്പം എനിക്കറിയാം ഇപ്പം കുറച്ച് ലോ ചേഞ്ചസ് ഒക്കെ വന്നുകൊണ്ട് ഇപ്പൊ നിങ്ങളിവിടെ പഠിക്കാനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സ്പൗസിന് വർക്ക് പെർമിറ്റ് കിട്ടാനൊക്കെ ചാൻസ് കുറവാണ്. പിന്നെ അതുപോലെ ഇപ്പൊ പല കണ്ടില്ല, ഇപ്പൊ UK-ലൊക്കെ കെയർ ഗിവർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മുന്നത്തെ പോലെയല്ല ഇപ്പൊ സ്പൗസ് വിസ വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കെയർ ഗിവർ പാത്വേ വരുന്നതിലൂടെ ഇവർ പറയുന്നത് നമ്മുടെ സ്പൗസിന് ഇവിടെ പഠിക്കാനോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ കിട്ടാനോ വർക്ക് പെർമിറ്റ് വിസ കിട്ടാനോ എലിജിബിൾ ആയിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. അതുകൂടാതെ നിങ്ങൾ PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റിനും കൂടെ അപ്ലൈ ചെയ്ത് ഇടാൻ പറ്റും. എന്നുവെച്ചാൽ ആ ഒരു സ്റ്റാറ്റസ് പോവാതിരിക്കാൻ അതും നിങ്ങൾക്ക് ഈ ഒരു പാത്വേ വഴി ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് PR ആയിട്ട് സെറ്റിൽ ആവാൻ പറ്റും എന്നുള്ള ഒരു നല്ലൊരു ഓപ്ഷൻ ആണ് ഈ ഒരു പുതിയൊരു പാത്വേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എലിജിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കെയർ ഗിവർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ഇവിടെ നിൽക്കുന്നവരായാലും അത് പുറത്തുനിന്ന് വരുന്നവരായാലും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു പാത്വേയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് തുറക്കാൻ പോണത് മാർച്ച് 31-നാണ്. അപ്പോഴാണ് ഇവർ ഇതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഇവരൊരു ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ആണ് പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ ഇവർ റിലീസ് ചെയ്യാൻ പോണത് മാർച്ച് 31-നാണ്.
അപ്പം അത് IRCC അതിൽ പറയുന്നതായിരിക്കും. ഇതുപോലെ തന്നെ വേറെ 3 ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. RCIP, FCIP, അതുപോലെ കാനഡ റെഡി പ്രോഗ്രാം. അത് 3 എണ്ണത്തിന്റെ കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട്. അതും ഒരു PR പാത്വേസിന് വേണ്ടിയിട്ട്, PR കിട്ടാൻ കുറച്ചുകൂടി ഈസി ആക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഇത് മീൻസ് ആ 3 വീഡിയോസ് കാണാത്തവർ അതും ഇരുന്ന് കാണാം. നിങ്ങൾക്ക് അതിലേതെങ്കിലും എലിജിബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് PR കിട്ടുന്നതായിരിക്കും. അപ്പൊ കാനഡയിൽ മൂവ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ കാനഡയിൽ നിൽക്കുന്നവരാണെങ്കിലും PR കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം കൊണ്ട് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ കിട്ടുന്നവരാണെങ്കിൽ അവർക്ക് PR കിട്ടട്ടെ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോസ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയൂ. പിന്നെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ, ഇപ്പൊ കെയർ ഗിവർ ആയിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കഴിഞ്ഞ പൈലറ്റ് പ്രോഗ്രാം വഴി ഇങ്ങനെ ജോലി കിട്ടിയ ആൾക്കാരോ PR കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവരും അതിനെക്കുറിച്ചുള്ള കമന്റ് ചെയ്യും. അപ്പോൾ ഇനി ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ. അപ്പം ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിന്റെ കൂടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.